മോളെ, എന്താ ഞാൻ മാസ്റ്ററുടെ നാട് വരെ ഒന്ന് പോയിട്ട് വരട്ടെ മോളെ. എന്തിനാച്ചാ? എനിക്ക് അദ്ദേഹത്തെ കണ്ട് ക്ഷമ ചോദിക്കണം. മുൻചുണ്ടിക്കാരനായ ഒരു വൃദ്ധന്റെ തെറ്റ് പൊറുക്കാതിരിക്കാൻ തക്കവണ്ണം കഠിന ഹൃദയനല്ല ബാലൻ മാസ്റ്റർ. വേണ്ട, കഴിഞ്ഞതൊക്കെ മറക്കാം. കരിഞ്ഞു തുടങ്ങിയേക്കാവുന്ന വ്രണം ഇനിയും കുത്തിമുറിക്കണ്ട. മോളെ, എനിക്ക് എല്ലാറ്റിലും വലുത് നിന്റെ സുഖമാണ്. നീ ഇങ്ങനെ ഇരിക്കുമ്പോൾ രോഗിയായ അച്ഛന് എന്താണൊരു സമാധാനം? നിന്റെ ആഗ്രഹത്തിന് ചിരിൽ നിന്ന് എനിക്ക് ഈ പണവും പ്രതാപവും കൊണ്ട് എന്താണൊരു പ്രയോജനം? നീ ഒന്ന് ചിരിച്ച്. അതിനുവേണ്ടി പോകണ്ട അച്ഛാ. എന്റെ അപേക്ഷ അന്നേ തള്ളിക്കളഞ്ഞതാണ്. ഇനി അതിനുവേണ്ടി അച്ഛൻ പോകാൻ പാടില്ല. ഞാനെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ്. മനസ്സിൽ തട്ടിയാണോ മോളെ നീ പറയുന്നത്? അതെ അച്ഛാ. അച്ഛൻ ഇനി ഒന്നേ ചെയ്യാനുള്ളൂ. മരിച്ചുപോയ എന്റെ അമ്മയെ ഓർത്തെങ്കിലും അക്കാര്യം എന്നെ ഓർമ്മിപ്പിക്കാതിരിക്കും. ക്ഷമിക്കണം. ബുദ്ധിമോശം കൊണ്ട് ചെയ്യരുതാത്ത ഒരുപടി തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്. ഞാൻ ആരോട് ക്ഷമിക്കാൻ? ഏറ്റവും വലിയ തെറ്റ് ചെയ്തവനാണ് ഞാൻ. എന്നോട് ആര് ക്ഷമിക്കും? ദാമു, ഇരിക്കൂ. എങ്ങോട്ടാ യാത്ര? ഇനി ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഞാൻ കൊച്ചായിരുന്നപ്പോൾ മാസ്റ്ററിനെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. ഞാൻ പോയി. അതിനുശേഷം താമസിച്ചിരുന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അന്ന് ഞാൻ അനുസരിച്ചു. ഇന്ന് വന്നത് ഇനി ഞാൻ ഇവിടുന്ന് പോകില്ലെന്ന് പറയാനാണ്. ഇവിടുന്ന് മാസ്റ്ററിനെ ഇറക്കി വിട്ടാലും ഞാൻ പോവില്ല. മനസ്സിലായില്ല ദാമു? മിനിക്കുട്ടിയെ കൂടാതെ എനിക്ക് ജീവിക്കാനാവില്ല മാസ്റ്റർ. എന്താ അവിടെ? എന്താ കുട്ടികളെ? ഗോ ടു യുവർ ക്ലാസ്സസ്. ഞാൻ 3:30 3:45 ഇടയ്ക്ക് വരുവേ. എന്താ നോക്കി നിൽക്കുന്ന? ഗോ ടു യുവർ ക്ലാസ്സസ്. ഗോ. ഓക്കെ. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു അങ്ങനെ പറ. എംഡി എന്നാ കെട്ടിപ്പിടിച്ചു പറ ഐ ലവ് യു.
ഐ ലവ് യു. ഐ ലവ് യു. ഇതെന്താ ഐ ലവ് യു? എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ പോയി പറഞ്ഞേക്കാം. എം ഡി കെട്ടിപ്പിടിച്ച് ഐ ലവ് യു എന്ന്. എം ഡി കെട്ടിപ്പിടിച്ച് ഐ ലവ് യു. ഇതൊരാനയല്ല, അല്ല ഇത് തേങ്ങയല്ല, അല്ല ഇത് ഒലക്കയുമല്ല. അല്ല